ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് കിഴങ്ങ് ഫ്രൈ ആണ്. നമ്മൾ കൊള്ളി ചിപ്സ് എന്നൊക്കെ പറയുന്ന സാധനമാണ്. ഞങ്ങളുടെ നാട്ടിൽ കൊള്ളി ചിപ്സ് എന്നാണ് ഇതിനെ വിളിക്കുന്നത്. നിങ്ങളുടെ നാട്ടിൽ എന്താണ് ഇതിനെ വിളിക്കുകയെന്ന് കമൻറ്റ് ചെയ്യണം. ഒരു ചാക്ക് നിറയെ നമ്മൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്താൽ പുതിയതായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷനായി ലഭിക്കാനാണ് ബെല്ലൈക്കണും ഓൾ നോട്ടിഫിക്കേഷനും എനേബിൾ ചെയ്യേണ്ടത്. അപ്പോൾ ചാക്കിലുള്ളത് കുറച്ച് കിഴങ്ങ് നമുക്ക് പാത്രത്തിലോട്ട് മാറ്റാം. എല്ലാം നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് കഴുകി വൃത്തിയാക്കി തൊലി കളയാം. കപ്പ കഴുകിയെടുക്കാം. കിണറിലെ വെള്ളത്തിലാണ് നമ്മൾ കഴുകാൻ പോകുന്നത്. ഇതിലോട്ട് കിണറിലെ വെള്ളം ഇത് വെച്ചാണ് കോരാൻ പോകുന്നത്. അപ്പോൾ കുറച്ചിട്ടുണ്ട് താഴോട്ടിട്ടിട്ട് വെള്ളം കോരിയെടുക്കട്ടോ. അപ്പോൾ വെള്ളമൊക്കെ ഇട്ടിട്ടുണ്ട്, കോരാട്ടോ. അപ്പോൾ പൊക്കാണ്. വെള്ളം കിട്ടി. നമുക്കിത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതിനെ വെള്ളത്തിൽ ഇട്ടിട്ട് കഴുകിയെടുക്കാം കേട്ടോ. ഇതിനൊട്ടൊക്കെ നാലഞ്ചാറ് പ്രാവശ്യം കഴുകി അതില്ല. പിന്നെ കഴുകിയെടുത്ത കപ്പയെ നമുക്ക് തൊലി കളയണം. അതായത് പോലെ കട്ട് ചെയ്തെടുക്കണം. വലിയ പീസൊക്കെ ഉണ്ടെങ്കിൽ കട്ട് ചെയ്തെടുത്താൽ നമുക്ക് ചെയ്യാൻ എളുപ്പമായിരിക്കും. അപ്പോൾ ഓരോന്നിൻ്റെ തൊലി ഇതുപോലെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെത്തിയെടുക്കാം. ഞാനിപ്പോൾ ഇതുപോലെ ചുരണ്ടാണ് ചെയ്യുന്നത്. നിങ്ങളിഷ്ടം പോലെ നിങ്ങൾക്ക് തൊലിയെടുക്കാം. നിങ്ങളുടെ സൗകര്യം പോലെ നിങ്ങൾക്ക് തൊലിയെടുക്കാം. ഇതുപോലെ ഇതിലോട്ട് ഈ പാത്രത്തിലോട്ട് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരെണ്ണം എടുത്ത് നന്നായിട്ട് ചുരണ്ട ഇതുപോലെ കേട്ടോ. കൊള്ളി നന്നായി കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണാം. അടിപൊളിയായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് സ്ലൈസ് ചെയ്തിട്ട് എണ്ണയിലോട്ട് ഇട്ട് ഫ്രൈ ചെയ്യാം. നമ്മൾ കഴുകി എടുത്തിട്ടുണ്ട്. നമുക്കിതിനെ ഇത് വെച്ച് സ്ലൈസ് ചെയ്തിട്ട് ഒരു പാത്രത്തിലിട്ട് ഫ്രൈ ചെയ്യാം. ഇതുപോലത്തെ ഒരു പാത്രം എടുക്കാം. ഇതുപോലെ എടുത്തിട്ട് ഇങ്ങനെ ചെത്തിയാൽ മതി. അപ്പോൾ നമുക്ക് ഗ്യാസ് കത്തിക്കാം. ഒരു ചീനച്ചട്ടി വെച്ച് കൊടുക്കാം. ഇതിലാണ് നമ്മളിന്ന് കൊള്ളി ചിപ്സ് വറുക്കാൻ പോകുന്നത്. ഇതിലോട്ട് നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ, ഒറിജിനൽ വെളിച്ചെണ്ണയാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഏത് റിഫൈൻഡ് ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഇവിടെ നല്ല വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. ഞാൻ അതൊന്ന് നന്നായി ചൂടാകട്ടെ. ഞാനിപ്പോൾ ഇവിടെ ഒരു കപ്പിൽ ഇച്ചിരി വെള്ളം എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നത് വേണമെങ്കിൽ ഇട്ടാൽ മതി, ഓപ്ഷനിലാണ്. ഇത്തിരി ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത്തിരി ഉപ്പും ഇട്ട് കൊടുക്കാം. പിന്നെ മിക്സ് ചെയ്യുക. ഓക്കെ, നമുക്ക് സൈഡിൽ മാറ്റിയൊക്കെ. ഇത് നമ്മൾ കൊള്ളി വറുക്കാനിടുന്ന സമയത്ത് ഒഴിക്കാനുള്ളതാണ്, എണ്ണയ്ക്ക് ഒഴിക്കാനുള്ള സാധനമാണിത്. കിഴങ്ങ് ഇവിടെ നമ്മളെല്ലാം തൊലിയെടുത്ത് സ്ലൈസാക്കി വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായെന്നറിയാൻ നമുക്കൊന്ന് ഇട്ട് നോക്കാം. എണ്ണ ചൂടായിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഇട്ട് കൊടുക്കാം.
ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് കലക്കി വെച്ച വെള്ളം അതിലോട്ട് കുറച്ച് 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ മുമ്പ് ചേർത്ത് കൊടുത്തുകൊണ്ടാണ് വീഡിയോയിൽ കാണിക്കാത്തത്. അപ്പോൾ ചിപ്സ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. നല്ല അടിപൊളി ചിപ്സാണ്. ഇത് ഒറിജിനൽ മില്ലിൽ നിന്ന് കൊണ്ടുവന്ന എണ്ണയിലാണ് ഇത് ഉണ്ടാക്കിയത്. നിങ്ങൾക്ക് വേണമെങ്കിൽ റിഫൈൻഡ് ഓയിലും വേറെ എന്ത് ഓയിലും സൺഫ്ലവർ ഓയിലൊക്കെ റിഫൈൻഡ് ഓയിലാണ്, അത് വെച്ചൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കോക്കനട്ട് ഓയിൽ ചെയ്തുകൊണ്ട് വെളിച്ചെണ്ണയിൽ ചെയ്തുകൊണ്ട് അതിൻ്റെ ഒരു നല്ലൊരു സ്മെല്ലുണ്ട്. ഞാനിപ്പോൾ കുറേ എണ്ണ ഇതിൽ കഴിച്ച് നല്ല ക്രിസ്പിനെസിൻ്റെ സൗണ്ട് ഒന്ന് കേട്ട് വെക്കുക നിങ്ങൾ. നല്ല ക്രിസ്പി ഉണ്ട് കേട്ടോ. ഉറപ്പായി വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. ഒരു അടിപൊളി റെസിപ്പിയാണ് ഇത്. ഉറപ്പായി നിങ്ങൾ വെളിച്ചെണ്ണയിൽ ചെയ്ത് നോക്കിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ചെയ്ത് നോക്ക്, നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുപോലത്തെ വ്യത്യസ്തമായ വീഡിയോകൾ ഇനിയും വരുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.